ഇന്ന് വഖഫ് ബിൽ പാർലമെന്റിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. രാജ്യത്ത് വളരെയേറെ പ്രശ്നങ്ങളുള്ള സമയത്താണ് ജനങ്ങളെ തമ്മിലടുപ്പിക്കാൻ വേണ്ടി വഖഫ് ബില്ലുമായി BJP വരുന്നത്. പ്രതിപക്ഷം ഒന്നടങ്കമാണ് മതത്തിന്റെ പേരിൽ, മുസ്ലിങ്ങളുടെ പേരിൽ രാഷ്ട്രീയം കളിക്കാൻ വേണ്ടി മാത്രം കൊണ്ടുവന്ന ഈ ബില്ലിനെതിരെ അണിനിരുന്നത്. വഖഫ് ബിൽ പാർലമെന്റിൽ അവതരിപ്പിച്ച ഏപ്രിൽ 2-നാണ് ഇന്ത്യക്കെതിരെയുള്ള ട്രംപിന്റെ റെസിപ്രോക്കൽ താരിഫ് നടപ്പിലായത്. രാജ്യത്തിന്റെ നിലനിൽപ്പിനെയും സാമ്പത്തിക വളർച്ചയെയും വളരെ കാര്യമായി ബാധിക്കുന്ന ഇത്ര വലിയ ഒരു സംഭവം നടക്കുന്ന ദിവസമാണ് ജനങ്ങളിൽ നിന്നും ഇതിന്റെ ശ്രദ്ധ തിരിക്കുന്നതിനു വേണ്ടി മാത്രമായി മോദിയും കൂട്ടരും വഖഫ് ബില്ലുമായി ഇറങ്ങിയിരിക്കുന്നത്. അവരുടെ തന്ത്രം എന്താണ് എന്ന് വെച്ചാൽ, രാജ്യം പ്രതിസന്ധി നേരിടുമ്പോൾ എല്ലാം, ജനങ്ങൾക്ക് നീറുന്ന പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ എല്ലാം അത് അവർക്ക് പരിഹരിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി ശ്രദ്ധ തിരിക്കാനുള്ള എന്തെങ്കിലും പൊടിക്കൈകളുമായി വരിക എന്നുള്ളതാണ്. ഈ ബിൽ അവതരിപ്പിക്കുന്നതിനു മുൻപ് പ്രതിപക്ഷ കക്ഷികൾ ഒന്നടങ്കം കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. പല കാര്യങ്ങളിലും പലപ്പോഴും അഭിപ്രായ ഭിന്നത പ്രകടിപ്പിച്ചിട്ടുള്ള പ്രതിപക്ഷ കക്ഷികൾ ഈ ബില്ലിനെ എതിർക്കുന്ന കാര്യത്തിൽ ഒറ്റക്കെട്ടായിരുന്നു. ഖാർഗെയുടെ അധ്യക്ഷതയിൽ വിളിച്ചുകൂട്ടിയ ഈ യോഗത്തിൽ തൃണമൂൽ കോൺഗ്രസും AAPയും RJDയും സമാജ്വാദി പാർട്ടിയും ഉൾപ്പെടെയുള്ള എല്ലാ പ്രതിപക്ഷ കക്ഷികളുടെയും നേതാക്കൾ സന്നിഹിതരായിരുന്നു. ഇവിടെ വച്ച് ഇവർ തീരുമാനമെടുത്തത്, ഈ വഖഫ് ബിൽ അവതരിപ്പിക്കുമ്പോഴും തുടർന്ന് നടക്കുന്ന ചർച്ചയിലും പ്രതിപക്ഷം ഒരിക്കലും വാക്കൗട്ട് നടത്തുകയില്ല എന്നും പരിപൂർണമായി ഈ ചർച്ചകളിൽ പങ്കെടുക്കുമെന്നും ആണ്. ഇന്ത്യയുടെ സമ്പത്തും ഭൂമിയും എല്ലാം നരേന്ദ്രമോദിയും കൂട്ടരും അദാനിക്കും അംബാനിക്കും വീതം വെച്ച് കൊടുക്കുകയായിരുന്നു കഴിഞ്ഞ 11 വർഷങ്ങളിൽ ചെയ്തത്. ഇനിയും ഇവർക്ക് നൽകാനായി രാജ്യത്തിന്റെ കൈവശം ഒന്നുമില്ല എന്ന അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ഇവർക്ക് പുതിയ ഐഡിയ ഉദിക്കുന്നത്. ഇനി ഇന്ത്യയുടേതായി ഒന്നുമില്ല മോദിയുടെ പ്രിയപ്പെട്ട അദാനിക്കും അംബാനിക്കും കൊടുക്കുവാൻ. അതിനാൽ അടുത്ത പടിയായി മുസ്ലിങ്ങളുടെ സമ്പത്തിൽ കണ്ണുവയ്ക്കുക, അതുവഴി അത് ഗവൺമെന്റിന്റെ അധീനതയിൽ ആക്കി അദാനിക്കും അംബാനിക്കും തീരെഴുതി കൊടുക്കാൻ വേണ്ടി ആയിരിക്കണം കഴിഞ്ഞ 11 വർഷങ്ങളിൽ ഇതുവരെയും ഇല്ലാത്ത താല്പര്യത്തോടെ ഇപ്പോൾ വഖഫ് ബില്ലുമായി വന്നിരിക്കുന്നത്. എല്ലാം ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിൽ ആക്കുക, അതിനുശേഷം ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് അവ പിടിച്ചെടുത്ത് ഗുജറാത്തികളായ അദാനിക്കും അംബാനിക്കും കൊടുക്കണം. കാരണം മോദിയുടെ കയ്യിൽ ഇന്ത്യയുടേതായി മറ്റൊന്നുമില്ല ഇനി അദാനിക്കും അംബാനിക്കും സമ്മാനമായി നൽകാൻ. കഴിഞ്ഞ 25 വർഷത്തിലധികമായി അളവില്ലാത്ത സമ്പത്ത് നൽകി ഭരണത്തിൽ തുടരാൻ സഹായിച്ച അദാനിയെയും അംബാനിയെയും എന്തു വില കൊടുത്തും വീണ്ടും വീണ്ടും വലിയ പണക്കാരാക്കാതെ മോദിക്ക് ഉറക്കമില്ല. കഴിഞ്ഞ കുറെ നാളുകളായി സംഘപരിവാറിന്റെ 2 രൂപ കൂലികൾ വളരെയേറെ തെറ്റിദ്ധാരണകളാണ് വഖഫിനെ കുറിച്ച് ജനങ്ങളുടെ മനസ്സിൽ കുത്തിവെച്ചത്. പ്രത്യേകിച്ചും മുനമ്പം വിഷയത്തിന്റെ പശ്ചാത്തലത്തിൽ ഇവർ വാ തുറന്നാൽ പറയുന്നതെല്ലാം നുണയും ഫേക്കുമാണ് എന്ന് അറിയാമായിരുന്നിട്ടും കൂടി വളരെയേറെ ആളുകൾ ഈ സംഘികളുടെ കുപ്രചരണങ്ങളിൽ വീണ് വഖഫ് എന്ന് പറഞ്ഞാൽ ആരുടെയും പ്രോപ്പർട്ടി തട്ടിയെടുക്കാനുള്ള അധികാരമുള്ള എന്തോ ഒന്നാണ് എന്നാണ് വിശ്വസിച്ചത്. ഇത് 100% തെറ്റായ കാര്യമാണ്. എന്നാൽ ഇത് ശരിയാണോ തെറ്റാണോ എന്ന് വ്യക്തമായി പഠിക്കാനോ മനസ്സിലാക്കാനോ തയ്യാറാകാതെ ഈ മന്ദബുദ്ധികൾ പ്രചരിപ്പിക്കുന്ന പ്രചാരണങ്ങളിൽ വീണ് അവരുടെ പ്രചാരണങ്ങൾ ഏറ്റുപാടിക്കൊണ്ടിരിക്കുന്ന വളരെയേറെ ആളുകളാണ് ഇന്ന് കേരളത്തിൽ ഉള്ളത്. ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊള്ളൂ, വഖഫിന് ഒരു തരത്തിലും മറ്റുള്ള ആളുകളുടെയോ സ്ഥാപനങ്ങളുടെയോ ഗവൺമെന്റിന്റെയോ പ്രോപ്പർട്ടി വഖഫാണ് എന്ന് ഡിക്ലെയർ ചെയ്യാൻ സാധിക്കില്ല. വിശ്വാസികൾ സ്വമേധയാ ദാനമായി നൽകുന്ന പ്രോപ്പർട്ടികൾ മാത്രമേ വഖഫ് ആവൂ. ഇത് പറയുമ്പോഴും മറിച്ച് വിശ്വസിച്ചിരിക്കുന്ന ഒരാൾ പോലും അവർ വിചാരിച്ചത് തെറ്റായിപ്പോയി എന്ന് മനസ്സിലാക്കുമെന്ന് യാതൊരു പ്രതീക്ഷയുമില്ല. ഇവിടെ തരുൺ ഗൗതം എന്ന ഹൈന്ദവനായ ഒരു ട്വിറ്റർ യൂസർ ഇതിന്റെ സത്യാവസ്ഥ ആളുകളെ വെളിപ്പെടുത്തുന്നതിന് വേണ്ടി ഗ്രോക്കിനോട് ചോദിച്ച ചോദ്യമാണ് ഇത്. വഖഫ് ബോർഡിന് ഏതെങ്കിലും പ്രോപ്പർട്ടി തങ്ങളുടേതാണെന്ന് സ്വയം പ്രഖ്യാപിക്കാൻ കഴിയുമോ? ശരിയോ തെറ്റോ എന്ന് മാത്രം പറയുക. അതിന് വളരെ വ്യക്തമായി ഗ്രോക്ക് പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്: ഇല്ല, വഖഫിന് ഒരു പ്രോപ്പർട്ടിയും ശരിയായ നിയമ നടപടികൾ കൂടാതെ സ്വന്തമാണെന്ന് പ്രഖ്യാപിക്കാൻ കഴിയുകയില്ല. 1995 വഖഫ് ആക്ട് അനുസരിച്ച് ആളുകൾ സ്വയം ദാനം നൽകിയ പ്രോപ്പർട്ടികൾ മാനേജ് ചെയ്യുക മാത്രമാണ് വഖഫ് ചെയ്യുന്നത്.
അല്ലാതെ പ്രോപ്പർട്ടികൾ തങ്ങളുടേതാണെന്ന് ക്ലെയിം ചെയ്യാൻ സാധിക്കില്ല. 2024 ഭേദഗതികൾ സർവേകളും രജിസ്ട്രേഷൻ നടപടികളും വഴി ഇത് വീണ്ടും കൃത്യമായി നടപ്പിലാക്കുന്നു എന്ന് ഉറപ്പുവരുത്തുന്നു. ഈ മറുപടി കാണുമ്പോഴെങ്കിലും സത്യം എന്താണെന്ന് അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് യഥാർത്ഥത്തിൽ ആഗ്രഹമുള്ളവർക്ക് കാര്യങ്ങൾ വ്യക്തമാവും എന്ന് വിചാരിക്കുന്നു. എന്നാൽ എന്ത് കണ്ടാലും തങ്ങളുടെ പ്രചാരണങ്ങളുമായി മുന്നോട്ടു പോകും എന്ന് ഉറപ്പിച്ചിരിക്കുന്നവർക്ക് ഇത് യാതൊരു സ്വാധീനവും ചെലുത്തുകയില്ല എന്ന് അറിയാം. മോദിയുടെയും കൂട്ടരുടെയും ലക്ഷ്യം വഖഫ് ബോർഡിൽ മുസ്ലിമുകൾ അല്ലാത്ത ആളുകളെയും BJP പാർലമെന്റ് അംഗങ്ങളെയും കുത്തിക്കയറ്റി വഖഫിന്റെ അധികാരം കവർന്നെടുക്കുക എന്നുള്ളതാണ്. ഇത് മുസ്ലിങ്ങളുടെ പുരോഗതിക്ക് വേണ്ടിയാണ് എന്നാണ് അവർ പറയുന്നത്. എന്തുകൊണ്ടാണ് അവർക്ക് 15% വരുന്ന മുസ്ലിങ്ങളുടെ പുരോഗതിയിൽ ഇത്ര ആശങ്ക? 80% വരുന്ന ഹിന്ദുക്കളുടെ പുരോഗതിക്ക് കൂടി അല്പം ശ്രദ്ധ പതിപ്പിക്കേണ്ടതല്ലേ? ഒന്നോർക്കണം, BJPക്ക് പാർലമെന്റിൽ ഒരൊറ്റ മുസ്ലിം MP പോലും ഇല്ല എന്ന്. അങ്ങനെയുള്ളവർക്കാണ് മുസ്ലിങ്ങളുടെ പുരോഗതിയിൽ ഇത്ര താല്പര്യം ഉള്ളത്. എന്ത് അടിസ്ഥാനത്തിലാണ് മുസ്ലിങ്ങളുടെ സ്വത്ത് കൈകാര്യം ചെയ്യാൻ മറ്റു മതവിഭാഗങ്ങളിലുള്ള ആളുകളെ നിയമിക്കാൻ ഒരുങ്ങുന്നത്? അമ്പല കമ്മിറ്റികളിൽ മുസ്ലിങ്ങളെ നിയോഗിക്കാൻ ഇവർ തയ്യാറാവുമോ? ക്രിസ്ത്യൻ പള്ളി കമ്മിറ്റികളിൽ മുസ്ലിങ്ങളെ നിയോഗിക്കാൻ തയ്യാറാകുമോ? ഏതെങ്കിലും മുസ്ലിങ്ങൾ എന്നെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടോ അമ്പല കമ്മിറ്റികളിൽ തങ്ങൾക്ക് സ്ഥാനം നൽകണമെന്ന്? പിന്നെ എന്തുകൊണ്ടാണ് മുസ്ലിങ്ങളുടെ സ്വത്ത് കൈകാര്യം ചെയ്യുന്ന കമ്മിറ്റിയിൽ സംഘികളെ കയറ്റാൻ ഇത്ര വലിയ താല്പര്യം? പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇതിനെക്കുറിച്ച് ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്തത് ഇങ്ങനെയാണ്: മുസ്ലിങ്ങളെ പാർശ്വവൽക്കരിക്കുന്നതിനും അവരുടെ വ്യക്തിപരമായ അവകാശങ്ങളും സമ്പത്തും മസിൽ പവർ ഉപയോഗിച്ച് തട്ടിയെടുക്കുന്നതിനും വേണ്ടിയുള്ള ഒരു ആയുധമാണ് ഈ വഖഫ് ബിൽ. ഇന്ത്യയുടെ ഭരണഘടനയ്ക്കെതിരെയുള്ള RSSന്റെയും BJPയുടെയും അവരുടെ കൂട്ടാളികളുടെയും ഈ ആക്രമണം ഇന്ന് മുസ്ലിമുകൾക്ക് എതിരെയുള്ളതാണെങ്കിൽ നാളെ മറ്റു വിഭാഗങ്ങളെയും അടിച്ചമർത്തുന്നതിനുള്ള ഒരു കീഴ്വഴക്കത്തിന്റെ നാന്ദിയാണ് കുറിക്കുന്നത്. കോൺഗ്രസ് പാർട്ടി ഇതിനെ ശക്തമായി എതിർക്കുന്നു. കാരണം ഇത് ഇന്ത്യ എന്നുള്ള ആശയത്തെ ആക്രമിക്കുകയും മതസ്വാതന്ത്ര്യം വാഗ്ദാനം ചെയ്യുന്ന ആർട്ടിക്കിൾ 25 എതിരുമാണ്. കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെ എഴുതിയത് ഇങ്ങനെയാണ്: മോദി ഗവൺമെന്റിന്റെ വഖഫ് ബിൽ പൂർണ്ണമായും ഭരണഘടനാ വിരുദ്ധമാണ്. അത് മതസ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുന്നതും വ്യക്തി നിയമങ്ങളെ കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിൽ ആക്കാൻ ഉദ്ദേശിച്ചുള്ളതുമാണ്. കാലാകാലങ്ങളായി ന്യൂനപക്ഷങ്ങളെ രണ്ടാംകിട പൗരന്മാരായി മാത്രം കണക്കാക്കിയ BJP ഇപ്പോൾ അവരുടെ സമ്പത്തിനെയും ഈ ബില്ലിലൂടെ ലക്ഷ്യം ഇടുകയാണ്. രാജ്യത്തിന്റെ നിയമങ്ങൾക്കെതിരെയുള്ള RSSന്റെ ഈ വിഘടനപരമായ അജണ്ടയെ കോൺഗ്രസ് പാർട്ടി പരിപൂർണമായി എതിർക്കുന്നു. BJPയുടെ പ്രധാന സഖ്യകക്ഷികളായ ചന്ദ്രബാബു നായിഡുവിന്റെ TDPയും നിതീഷ് കുമാറിന്റെ JDUവും അവസാന നിമിഷം ഈ ബില്ലിനെ പിന്തുണയ്ക്കുമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. അതുപോലെ NDAയിലെ ഇടഞ്ഞു നിന്നിരുന്ന മറ്റ് സഖ്യകക്ഷികളും ഇപ്പോൾ ഈ ബില്ലിനെ പിന്തുണയ്ക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതിനാൽ സംഘികളെ വഖഫ് ബോർഡിൽ കുത്തിക്കയറ്റുകയും അതുവഴി ഒരുപക്ഷെ വഖഫിന്റെ പ്രോപ്പർട്ടികളും അദാനിക്കും അംബാനിക്കും ഇഷ്ടം പോലെ ദാനമായി നൽകുകയും ചെയ്യുക എന്നുള്ള മോദിയുടെ അജണ്ട വിജയിക്കാൻ തന്നെയാണ് സാധ്യത. നിലവിൽ അവർക്ക് രാജ്യസഭയിലും ലോക്സഭയിലും ഈ ബിൽ പാസാക്കുന്നതിന് ആവശ്യമായതിൽ അധികം വോട്ടുകൾ സഖ്യകക്ഷികളുടെ പിന്തുണ കൂടി ലഭിക്കുമ്പോൾ ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. എന്നാൽ ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് കോടതികളിൽ വളരെയേറെ കേസുകൾ വരുമെന്ന് ഉറപ്പാണ്. എങ്കിലും ഇത്തരം ബില്ലുകൾ പ്രത്യേകിച്ചും മുസ്ലിങ്ങളുടെ പ്രോപ്പർട്ടി കൺട്രോൾ ചെയ്യുന്നതിന് മുസ്ലിങ്ങൾ അല്ലാത്ത ആളുകളെ കുത്തിക്കയറ്റുകയും സംഘപരിവാറിന്റെ ആളുകളെ കുത്തിക്കയറ്റുകയും ചെയ്യുക എന്നുള്ള കീഴ്വഴക്കം ഒരിക്കലും നല്ലതല്ല എന്ന് വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോഴത്തെ ടാർഗറ്റ് മുസ്ലിങ്ങൾ ആണെങ്കിൽ ഇനി മറ്റു വിഭാഗങ്ങളെയും ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇത്തരം നിയമങ്ങൾ കൊണ്ടുവരാൻ ഇവർ മടിക്കില്ല എന്ന് വ്യക്തമാണ്.